സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അണ്ടിപ്പരിപ്പ് മുളപ്പിച്ചതും ഉരുളക്കിഴങ്ങും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനം: ഒരു വലിയ കപ്പ് അണ്ടിപ്പരിപ്പ് മുളപ്പിച്ചത്, ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചത്, ഒരു ചെറിയ സവോള മുറിച്ചത്, 2 തക്കാളി മുറിച്ചത്, ഒരു കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഗ്രാമ്പു, 1 ഏലക്കായ, 6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം പട്ട സിനമൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, അത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളം, പശുവിൻ നെയ്യ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഈ തേങ്ങയും ഈ മസാലയും കൂടി ഒന്നിച്ച് വറുത്തെടുക്കണം. നന്നായി വറുത്ത് ആയി വരുമ്പോൾ ഈ പൊടികളും കൂടി ഇട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പാനിലേക്ക് തേങ്ങ ഇടാം. ഈ മസാലക്കൂട്ടുമുണ്ട്. ഇനി ഒന്ന് വറുത്തെടുക്കാം. ഓയിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മസാലക്കൂട്ടും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 3 പൊടികളും ഇതിലേക്ക് ഇടാം. എല്ലതും മുളപ്പിച്ച് തിന്നുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂ എടുത്ത് മുളപ്പിച്ചതാണ്. ഇത് റെഡിയായി. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. കുക്കറിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇടുക, ഉരുളക്കിഴങ്ങ് ഇടുക, സവോള ഇടുക, തക്കാളി ഇടുക, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി കുക്കർ അടച്ച് 2-3-4 ആവി വരുന്നവരെ വേവിക്കും. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നേരത്തെ കാണിച്ച മസാല വറുത്തരച്ചത് ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് നല്ലപോലെ തിളച്ച ശേഷം ആവശ്യത്തിന് ഉപ്പിടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി തിളച്ച ശേഷം ഓഫാക്കാം.
നമ്മുടെ കറി റെഡിയായി. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇനി അല്പം പശു നെയ്യ് ഒഴിച്ച് ഇളക്കാവുന്നതാണ്. ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.